നിന്നെ കൊണ്ട് പറ്റണില്ലേ? ത്തോളം കാലം ഷാജി എന്നും ടോപ്പിൽ നിൽക്കും. അത് മതി എനിക്ക്. എനിക്ക് എൻ്റെ മക്കൾ, പിന്നെ നീ കുറെ എൻ്റെ മക്കളിലെ ചൈൽഡ് എന്താണ്, എന്താ ചൈൽഡ് വിഷയം, എന്താ ചാതു അത് അതെനിക്ക് അറിയില്ല, ആ സംഭവം എനിക്ക് അറിയില്ല. ഞാൻ കുറെ അവള് ഫസ്റ്റ് എനിക്ക് എന്താ എൻ്റെ കുട്ടികളിലെ സെക്ഷൽ ഹരാസ്, എടി എൻ്റെ കുട്ടികളെ തൊട്ടിട്ടില്ലടി, എൻ്റെ കുട്ടികളെ തൊടില്ലടി, തൊട്ട വിവരം അറിയും. പിന്നെ ആ സ്കൂളിനെയും ആ മദ്രസ ആ യത്തീംഖാനനെയും കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാജിന്റെ അനുഭവമല്ല, അവിടെ അനുഭവിക്കുന്ന മക്കളുടെ കാര്യമാണ് പറഞ്ഞത്. ആ മക്കൾക്ക് നീതി കിട്ടി. ആ പ്രിൻസിപ്പളിനെ അവിടെ നിന്ന് ഒഴിവാക്കിടി. ആ എന്താണ് എൻ്റെ വലിയ ജാത്, ആ കുണ്ടൻ പ്രിൻസിപ്പളിനെ അവിടെ നിന്ന് ഒഴിവാക്കിയിടി മോളെ. എടി അത് കുണ്ടനടി, അവനിക്ക് പെണ്ണുങ്ങളെ വേണ്ട, ആണുങ്ങളെ മതി. അതും 70 വയസ്സായ കിളവൻ. അവനൊക്കെ എന്ത് ചെയ്യണം? ഞാൻ അവനെ പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവരാത്ത എന്താണെന്നറിയോ? അയാൾക്ക് എന്തോ 2 പെൺകുട്ടികളുണ്ട്, 2 പെൺകുട്ടികളുടെ മക്കളുണ്ട്, ഭർത്താക്കന്മാരുണ്ട്. അവരിനെ നമ്മൾ ആ ഉമ്മാനെ, അയാളെ ഭാര്യ എന്ന് പറയുന്ന സ്ത്രീനെ നമ്മൾ മുന്നിൽ കൊണ്ടുവരരുതല്ലോ, അവരുടെ മാനം കെടുത്തരുതല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഷാജി ഇപ്പോഴും ചെയ്യാത്തത്. എടി അവൻ്റെ ഇൻസ്റ്റഗ്രാം ID അവനെ തന്നെ പറയുള്ളൂ, അയാൾക്ക് റെസ്പെക്റ്റേ ഇല്ല. അവൻ്റെ ഇൻസ്റ്റഗ്രാം ID, അവൻ ചെയ്ത പോസ്റ്റുകൾ, അവൻ ചെയ്ത ഷെയർ, അതുപോലെ തന്നെ അയാൾ പഠിപ്പിച്ച പഠിപ്പിനൊന്നും ഒരു വിലയില്ലടോ. എന്ത് ഉസ്താദുമാര് അതുപോലെ മുൻഷി ഇങ്ങനെയുള്ള പഠിപ്പുള്ള ആൾക്കാരിന് ഒരു റെസ്പെക്റ്റ് ഷാജിക്ക് ഉണ്ടായിരുന്നു. അവനിലൂടെ ആ റെസ്പെക്റ്റ് പോയി. കാരണം എല്ലാവരും അങ്ങനെ പറയുന്നില്ല കേട്ടോ. എത്രയോ നല്ല ഉന്നത ആൾക്കാർ, നല്ല പഠിപ്പും വിദ്യാഭ്യാസം, അവർ പഠിച്ച പഠിപ്പിന് അവർ മക്കളെ നോക്കുന്നതും അവരുടെ ഭാര്യമാരിനെയും വേറെ ഉള്ളതും പഠിപ്പിക്കുന്ന മക്കളെ നോക്കുന്നതിന് അടിപൊളി 100ൽ 100% മാർക്ക് കൊടുക്കാൻ പറ്റിയ ഉസ്താദ്മാരുണ്ട്. അതെനിക്ക് ഈ യത്തീംഖാനയിലും കണ്ടവരിൽ ഇപ്പം ആ പ്രിൻസിപ്പളായി വന്നിട്ടുള്ള ആ മനുഷ്യനെ എനിക്ക് മര്യാദ കൊടുക്കാൻ എനിക്കറിയും. എടീ എൻ്റെ വാക്കുകൊണ്ട് പ്രിൻസിപ്പളിനെ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് തെറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാടി അവർ മാനേജ്മെന്റ് അവരെ ഒഴിവാക്കേണ്ട ആവശ്യമില്ലല്ലോ. അവർക്ക് തുടർന്ന് കൊണ്ടുപോയിരുന്നല്ലോ. എന്തുകൊണ്ട് ഒഴിവാക്കി? എന്തുകൊണ്ട് ഇത്രയും ആൾക്കാർ അവിടെ നിന്ന് TC വാങ്ങിപ്പോയി? എടി TC വാങ്ങിയ ആൾക്കാരൊക്കെ എന്നെ വിളിച്ച ആൾക്കാരാടി. അപ്പൊ അത്രയും ആൾക്കാർ അവിടെ നിന്ന് TC വാങ്ങി പോകണമെന്നുണ്ടെങ്കിൽ അവിടെ എന്താ നടക്കണത്? പിന്നെ ഷാജിന്റെ മക്കളിനെ ഒരുത്തിയും തൊട്ടിട്ടില്ലടി. എടി ഷാജി ആ യത്തീംഖാനയ്ക്ക് പോണതിന് മുന്നേ ഒരു യൂട്യൂബർ ആടി, 25,000 സബ്സ്ക്രൈബർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നടി. പിന്നെടി ഷാജി പിന്നെയാണ് വച്ചടി കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നിന്നീ പറയുന്ന ഈ ലക്ഷങ്ങളില്ല, നീ 10,000-നും 100-നും 500-നും നീ കെഞ്ചുമ്പോ, മറ്റുള്ളവരുടെ മുന്നിൽ കെഞ്ചുമ്പോ, ഷാജി ലക്ഷങ്ങൾ കണ്ടത് കബീറിന്റെ കൂടെ പോയിട്ട്, കബീർ ഖാന്റെ കൂടെ 15 വർഷക്കാലം താമസിച്ച് ഒരുത്തന്റെ ബ്ലഡിൽ 5 മക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുത്തന്റെ ബ്ലഡ്. നിന്നെ പോലെ പല ആണുങ്ങൾക്ക് കടന്നു കൊടുത്തിട്ട് ഷാജി ഉണ്ടാക്കിയിട്ടില്ലടി. ഒരുത്തന് കടന്നു കൊടുത്തിട്ടുണ്ടാക്കിയതാണ്. ഒരുത്തന് കടന്നു കൊടുത്തിട്ട് 5 എണ്ണത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്. അന്തസായി ഷാജി പോയിട്ടുണ്ട്. നിന്നെ പോലെ എന്താണ് ഹിന്ദിക്കാരനും ഇംഗ്ലീഷുകാരനും വേറുള്ളവനും വേറൊരുത്തനും നാട്ടിൽ കുറെ എണ്ണം വേറെ. എടി നിന്നെ പോലെ മുസ്ലിം, നീ എന്തിനാടി മുസ്ലിം? നിന്റെ അവനെ മുസ്ലിം, ഞങ്ങളുടെ മുസ്ലിം ഇതിലേക്ക് നീ കൊണ്ടുവരേ വേണ്ട. നീ കൊണ്ടുവരുന്ന എന്തിനാ നീ കളിക്കണെന്ന് ഞങ്ങൾക്കറിയാം. നീ ഇതിന് മുന്നേ നബിന്റെ ഭാര്യമാരിന് വേശികൾ എന്ന് വിളിച്ചവളാണ് നീ. വേശികൾ എന്ന് വിളിച്ചു. നിന്റെ വീഡിയോസ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടോണ്ടിരിക്കുന്നവളാടി, ഫേസ്ബുക്കിലും യൂട്യൂബിലും. ഇത് ആരിനെ കുറിച്ചാ പറയണമെന്നുള്ളത് ബുദ്ധിയുള്ളവർക്ക് കണ്ടാൽ മനസ്സിലാവും, ബുദ്ധിയുള്ളവളുമാർക്ക് മനസ്സിലാവും. ബുദ്ധി നമ്മുടെ നബി നീ പഠിച്ചോനി എങ്ങനെയൊക്കെ അവള് വെളുത്ത് മാറിയിട്ടുണ്ടെന്ന് അവളുടെ പഴയ വീഡിയോ, അവളുടെ അക്കൗണ്ട് പോയിട്ടുണ്ടെങ്കിൽ എന്താ, അവളുടെ അക്കൗണ്ട് പോയി എൻ്റെ ഇക്ക കാണിച്ചു തന്നിട്ടുണ്ട്. അവള് തെമ്മാടിത്തരം ചെയ്തിട്ട് അവൾ ഓരോ വീഡിയോസ് ചെയ്യണേന് എൻ്റെ ഇക്ക എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഷാജി ഇത് നോക്ക്, ഒരുത്തി കടന്ന് വിലസുണ്ട് യൂട്യൂബിൽ ഇൻസ്റ്റയിൽ ഇതില് വേണ്ടിട്ട് ഞാൻ നോക്കിയപ്പോൾ അവളുടെ അക്കൗണ്ടിൽ അവള് വലിയ മുസ്ലിം, അവള് മുസ്ലിമായി ജനിച്ചതേ തെറ്റാണ്. അവള് നമ്മുടെ ഇതിൽ പടച്ചോനെ അവളെ എന്തിനാ ഇതിൽ കൊടുക്കുന്നത്? അവൾ ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല. എന്നിട്ട് അവള് എൻ്റെ നാട്ടിൽ വന്നിട്ട് അവള് എനിക്ക് എടി എൻ്റെ നാട്ടിൽ വന്നിട്ട് എന്തറി എടി മഹല്ലത്തിൽ നിന്ന് എന്നെ നാട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് എൻ്റെ മഹല്ലത്തിൽ യത്തീംഖാനയിൽ മക്കൾക്ക് ചേർത്താൻ അവര് ഇപ്പൊ ഈ കഴിഞ്ഞ മാസം എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തരാ? മഹല്ലത്തെ സെക്രട്ടറി എനിക്ക് ഒപ്പിട്ടാന്നുണ്ട്. എങ്ങനെയടി എൻ്റെ മഹല്ലത്തിൽ നിന്ന് ഒഴിവാക്കിയാൽ എനിക്ക് അങ്ങനെ? എടി നിന്നെ പോലെ തിരുവനന്തപുരത്ത് നിന്ന് നിന്നെ ആട്ടി ഓടിച്ച് കോട്ടയം ജില്ലയിൽ നീ ഒളിച്ചു കളിയുന്ന മോളെ, അവിടുത്തെ അല്ല പാലക്കാട് ഷാജി വ്യത്യാസമുണ്ട്. ഓക്കെ,
പാലക്കാട് വന്നിട്ട് നീ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മാനെ അനിയത്തിനെ കൊണയ്ക്കാൻ കിട്ടിയിട്ട് എന്തടി നീ വീഡിയോ എൻ്റെ മുന്നിൽ കൊണ്ടുവന്നില്ല? കൊണ്ടുവരായിരുന്നില്ല, ഇന്റർവ്യൂ എടുക്കായിരുന്നില്ലടി നീ? അവർ പറഞ്ഞ സത്യങ്ങളൊക്കെ ഒന്ന് പുറത്തു കൊണ്ടുവരായിരുന്നില്ലേ മോളെ? എന്തേ നീ കൊണ്ടുവന്നില്ല? എന്തേ നിന്നെ കൊണ്ട് പറ്റുന്നില്ലേ? എന്തേ? എൻ്റെ ഉമ്മ എൻ്റെ അനിയത്തിമാര് നിനക്ക് ഇന്റർവ്യൂ കാലില്ലാത്തവളെ ഇടുപ്പ് തല്ലി ഒടിച്ചാലടി ഗൾഫത്തെ ആൾക്കാർ, ദുബായിത്തെ ആൾക്കാർ നിന്നെ തല്ലി ഒടിച്ചിട്ട് നീ നാട്ടിലേക്ക് വന്നതല്ലടി. ഇപ്പൊ നീ കാറിന്റെ ഉള്ളിൽ അനങ്ങാൻ വയ്യാണ്ടല്ലടി ഇരിക്കണത്. കാറിന്റെ ഉള്ളിൽ നിനക്ക് എന്നെ പോലെ നടന്ന് പണിയെടുത്താൽ നീ എന്നെ പണിയെടുത്ത് ജീവിക്കുക. എന്നെയും തനൂജനെയും വേറുള്ള ആൾക്കാരെ പണിയെടുത്ത് എടി നീ പണിയെടുക്കടി. നീ പണിയെടുക്കടി മൂദേവി ഫസ്റ്റ്, എന്നിട്ട് ഞങ്ങളെ പണിയെടുത്ത് ഞങ്ങൾ അന്തസ്സായി പണിയെടുത്തിട്ട് തന്നെടി ജീവിക്കുന്നത്. ഈ യൂട്യൂബിൻ്റെ നിന്നെ കാറിന്റെ ഉള്ളിൽ കൊണയ്ക്കണ പോലെ അല്ലടി ഞങ്ങൾ രാപ്പകലില്ലാണ്ട് നടക്കുന്നത്. ഞാൻ എൻ്റെ ഈ മക്കളെ കൊണ്ട് രാപ്പകലില്ലാണ്ട് നടന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നിന്നെ കൊണ്ട് പറ്റൂടി? നിന്നെ കൊണ്ട് കാറിലിരുന്ന് കൊണയ്ക്കാൻ എന്നടി പറ്റുള്ളൂ? നിന്റെ കാലോടിഞ്ഞ് ഇടുപ്പൊടിഞ്ഞ് നടക്കണോളടി. നീ ഇടുപ്പൊടിഞ്ഞ് നിന്നെ ദുബായിന്ന് ഇടുപ്പിന്റെ എല്ലാം ഒടിച്ച് നിന്നെ നാട്ടിലേക്ക് വിട്ടതല്ലടി. എന്നിട്ട് നീ അയാൾ എൻ്റെ കെട്ടിയോ മരിച്ചതിന് കണക്ക് പറയാം. നിന്റെ കെട്ടിയോ നീറി അറ്റാക്ക് വന്ന് മരിക്കാൻ കാരണം എന്താടി? എന്താടി മോളെ അറ്റാക്ക് വന്നിട്ട് കാരണം എന്താടി അയാൾക്ക്? നിന്റെ ഇമ്മാരി സാധനത്തിന്റെ കൂടെ അല്ലേ പടച്ചോനെ ജീവിക്കുണ്ടായിരുന്നത്. അയാൾക്ക് അറ്റാക്കല്ല വരിക, എല്ലാം ആർക്കും വരും. പിന്നെ ഇപ്പൊ എല്ലാം കഴിഞ്ഞ് 23 വയസ്സായ ഒരു ചെറുക്കൻ്റെ കൂടെ നീ ജീവിക്കണ്ടല്ലോടി. എന്നെ പറയുന്നു, എൻ്റെ ഷറഫലിനെയും പറഞ്ഞു. എന്നെയും ഷറഫലി എടി എനിക്ക് 32 വയസ്സായിട്ടുള്ളടി. ഷറഫലിനി നീ അവന് 10-23 വയസ്സായ ചെക്കൻ, നീ അവന് എന്നെയും കൂടി ചേർത്ത് കുറെ കോണേ എടി. ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞാല് നിന്നെ പോലെ കിടന്നു കൊടുക്കണതല്ല. നീ വിചാരിച്ചിട്ടുണ്ടാവും ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞാൽ കിടന്നു കൊടുക്കണത് മാത്രമാണെന്ന്. എന്നാ ഞങ്ങളുടെ ലിസ്റ്റിൽ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ അല്ലടി. പ്രത്യേകിച്ച് കാസർഗോഡുകാരൻ്റെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നിന്നെ പോലെ നിന്റെ കോട്ടയം അല്ലെങ്കിൽ നിന്റെ കോട്ടയംകാരനെ ഞാൻ പറയില്ല കേട്ടോ, തിരുവനന്തപുരത്തെ നിന്റെ സ്വഭാവം അല്ലടി ഞങ്ങൾക്ക്. പിന്നെ നീ നിന്റെ ഉമ്മാനെയും നിന്റെ ഏടത്തിനെയും ഒക്കെ വിശദീകരിക്കുന്നുണ്ട്. നിന്റെ ഏടത്തിയൊക്കെ എപ്പോഴാണ് നിന്നെ അടിച്ചിറക്കി വിട്ടില്ലടി. തിരുവനന്തപുരം നാട്ടിൽ നിന്ന് നീ ആ നാട്ടിലേക്ക് കാലൂത്താൻ പറ്റോടി നിനക്ക്? എന്നിട്ട് അല്ല ഒന്നും വേണ്ട, നീ ഒന്ന് ആ കാറിന്ന് ഇറങ്ങി നിന്നിട്ട് നടന്നിട്ടുള്ള ഒരു വീഡിയോ ഒന്ന് ചെയ്യടി മോളെ. നിനക്ക് പോലീസുകാർ വരുമ്പോ മാത്രം നിന്റെ കാലിന് കൊണസ്റ്റ്, നിന്റെ കയ്യിന് നിന്റെ ഇടുപ്പിനൊക്കെ കേട്, പോലീസുകാർ സ്റ്റേഷനിൽ പോകുമ്പോഴൊക്കെ നിന്റെ ഒടിഞ്ഞ് ചതഞ്ഞിട്ട്, അല്ലെങ്കിൽ നിന്റെ കാലിലും ഇടുപ്പിനും മറ്റവൻ്റെ കൂടെ സുഖമായിട്ട് ജീവിക്കാനും നിനക്ക് വേറെ ഒന്നുമില്ലല്ലോ. നീ അനാവശ്യം പറയുമ്പോൾ ഷാജി അനാവശ്യം പറയില്ല. ഷാജിന്റെ അക്കൗണ്ടിൽ അമ്മാരി. പിന്നെ ഷാജിന്റെ മകൻ നിന്നെ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഷാജി നിന്നെ തെറി വിളിച്ചിട്ടുണ്ടെങ്കിൽ അമ്മാരി തെമ്മാടിത്തരാടി. നീ കഴിഞ്ഞോ അല്ല എന്നെ പറഞ്ഞുണ്ടാക്കിയത്? എന്നെ ഗർഭിണിയാക്കിയോളാടി. എൻ്റെ പെങ്ങളിനെ കൂട്ടുപിടിച്ചിട്ട് എന്നെ ഗർഭിണിയാക്കിയ ഞാൻ അന്ന് നിന്നെ നോട്ട് ചെയ്താടി. അന്ന് നിന്നെ ഞാൻ നോട്ട് ചെയ്ത പടച്ചോനായിട്ട് എനിക്കൊരു അവസരം. പിന്നെ നീ പറഞ്ഞില്ലടി ഇപ്പൊ ദിവസം വിളിച്ചോണ്ടിരിക്കുന്ന ഒരു കോട്ടയംകാരൻ. എടി കോട്ടയംകാരൻ വല്യപ്പടി, എൻ്റെ ഉപ്പാനെക്കാട്ടും പ്രായമുണ്ടടി. KFCന്റെ മുതലാളിയടി, 2-3 KFC നടത്തുന്ന മുതലാളിയടി. പേരക്കുട്ടികളുണ്ടടി. അയാൾ എന്നെ ഡെയിലി വിളിക്കുന്നുണ്ട്. അയാൾ ഡെയിലി വിളിക്കണെന്തിനാ? നിന്റെ കാര്യം തുടങ്ങി വെച്ചേ മുതൽക്ക് നിന്റെ ഒരുപാട് സത്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ വിളിക്കണേ. അല്ലാണ്ട് നീ വിചാരിക്കണ പോലെ മറ്റേ പരിപാടിക്ക് വിളിക്കല്ലടി മോളെ. ഓക്കെ, ഷാജിക്ക് ആ പരിപാടിന്റെ ആവശ്യമില്ലടി. നിന്നെ പോലെ ചത്ത് എന്താ പറയാ അങ്ങനെ വേറ്റ് കിടക്കല്ലടി ഷാജിക്ക് ബിസിനസ് മൈൻഡും വേറുള്ളതും വേറെ എൻ്റെ മക്കളെ പോറ്റുന്ന ആ മൈൻഡും മാത്രമേ ഉള്ളൂ. നീ പറയണ പോലെ സെക്സ് മാത്രമല്ലടി ജീവിതം, സെക്സ് മാത്രമല്ലടി ലൈഫ്. എനിക്കറിയടി, എൻ്റെ ഉമ്മ ഇപ്പൊ 10-24 വർഷം കെട്ടിയോൻ ഉണ്ടായിട്ടൊന്നല്ല ജീവിച്ചത്. എൻ്റെ ഉമ്മ ആരുടെ കൂടെ നിരങ്ങാനും പോയിട്ടില്ല. എൻ്റെ ഉമ്മ അന്തസ്സായിട്ട് 3 പെൺകുട്ടികളെ നോക്കിയത്. അതുപോലെ തന്നെ എൻ്റെ ഉമ്മ 24 വർഷം ആണുങ്ങളില്ലാണ്ട് ജീവിച്ചു. എന്തേ? എൻ്റെ ഉമ്മ പെണ്ണല്ലേ, എൻ്റെ ഉമ്മക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ടേ? അതുപോലെ തന്നെ 2 കൊല്ലമായിട്ട് എൻ്റെ കെട്ടിയോ മരിച്ചിട്ട് ഷാജി ആ മൈൻഡേ വിട്ട് കിടക്കടി. ആ മൈൻഡേ ഷാജിക്കില്ല. എന്താടി പുല്ലേ പിന്നെ നീ വർത്താനം പറയുന്നത്? എടി എൻ്റെ മകൻ്റെ കൂടെ റൂം എടുത്തിട്ട് നിന്റെ മകൻ്റെ കൂടെ കാറിലിരുന്നിട്ട് നീ കണ്ടവന്മാരനെ അനാവശ്യം പറയുമ്പോഴും കണ്ടവരനെ ഇതാക്ക്. എടി എൻ്റെ മക്കളുടെ കാര്യം നീ പറഞ്ഞല്ലോ ചാനല് അങ്ങനെ ഇങ്ങനെ 18 വയസ്സായിട്ടില്ല അങ്ങനെ ചെയ്യാൻ പോലെ ഇങ്ങനെ ആണോടി? നിയമം നിനക്ക് മാത്രമേ അറിയുള്ളൂ ആണോ മോളെ? ഞങ്ങൾക്കൊന്നും നിയമം അറിയില്ലേ? ഞങ്ങളൊന്നും നിയമം പഠിക്കാത്തവളല്ലേ? നീ മാത്രം വലിയ മജിസ്ട്രേറ്റ്.
നീ മാത്രം കുറെ വക്കീലിനെ കണ്ടിരിക്കണം, കുറെ പോലീസിനെ കുറെ. എടി ഞാനും കുറെ SP-നി SI-നി എല്ലാവരും കണ്ടോളാടി. എടി നിന്നെ പോലെ ഒറ്റയ്ക്ക് ഞാൻ പൊരുത്തണടി, നിന്നെ പോലെ കണ്ടവന്മാരെ കൂട്ട് പിടിച്ചിട്ടല്ല ഷാജി പൊരുത്തണേ. ഇപ്പൊ ഈ പറയുന്ന DHS ഞാനും ഒറ്റയ്ക്ക് ഞാനും എൻ്റെ മക്കളാടി പൊരുതിയത്. അതിൽ ഷാജിക്ക് തന്നെ വിജയം ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, എൻ്റെ മക്കളെ ഗവൺമെന്റ് സ്കൂളിൽ ചേർത്താണ്ടിരിക്കാനുള്ള വഴി നോക്കി. പക്ഷെ പഠിച്ചോനാടി വലുത്, അതിലും വലിയൊരു സത്യം ഇവിടെ ഇല്ലടി. പിന്നെ നീ നെബിന്റെ എടി നെബി ഇവള് എന്തൊക്കെയോ ഒന്ന് വിളിച്ചു പറഞ്ഞല്ലോ കൊണ്ട് പറ്റോടി. 6-7 മാസം അന്തസ്സായി 4 മണിക്ക് എണീറ്റ് കുട്ടികൾക്ക് വേണ്ട ഫുഡ് ഉണ്ടെങ്കിൽ നബി അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനൊരു കൊണക്കാൻ അവൾക്ക് ഒരു കേടുമില്ല. പോലീസുകാരെ കാണുമ്പോൾ സാറ് വലിയ വലിയ